ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ല മഴയാണ് കേട്ടോ. അപ്പം ഇന്ന് ലീവുമാണ്, ശനിയാഴ്ചയല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പത്തിരിയും മസാലക്കറി ആക്കാമെന്ന്. ഒന്ന് നമുക്ക് പത്തിരി മസാലക്കറി ഉണ്ടാക്കുന്നത് കാണാം കേട്ടോ. അതിനായിട്ട് ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. ഇതാ മാവെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മഴയാണ് ഇവിടെ, കണ്ടോ. നമ്മൾ വഴുതന ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഒരെണ്ണം അതിലുണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ പത്തിരിക്ക് വാട്ടാറല്ല കേട്ടോ, അങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെയ്യാം. അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മരത്തിൻ്റെ ഒരു കോലുണ്ട്, ഇത് വെച്ചിട്ടാണ് ഞാൻ കുഴച്ചെടുക്കാറ്. ചൂടുവെള്ളമാകുമ്പോൾ കൈ പൊള്ളുമല്ലോ. ഞാനിതാ ഉരുളക്കിഴങ്ങാണ് മസാലക്കറി വെക്കുന്നത്. ഉരുളക്കിഴങ്ങ്, ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കുമ്പം പാകത്തിന് വെള്ളവും മല്ലിപ്പൊടിയാണ് കേട്ടോ. ഒരു 3 സ്പൂണ്, ചെറിയ സ്പൂണാണ്, അപ്പോൾ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് പത്തിരി ചുട്ടു തുടങ്ങാം. ഞാൻ ഇതിലൊരു 3 പത്തിരിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചുടുന്നത്, പെട്ടെന്ന് കഴിയുമല്ലോ. പത്തിരി പ്രസ്സിലാണ് പരത്താറ്. ചട്ടിത ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതെങ്ങനെ 3 എണ്ണം വെച്ച് കൊടുത്താൽ പെട്ടെന്ന് പത്തിരിയാവും. നമ്മൾ പത്തിരി ഇതാ ആയോണ്ടിരിക്കുക കേട്ടോ. വെന്ത് വരുന്നുണ്ട്. ഞാൻ കരണ്ടി കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നെക്കി കൊടുക്കുമ്പം അതിന് പൊന്തി വരും, കണ്ടോ. ഇങ്ങനെയാണ് മറിച്ചിടാറ്. അങ്ങനെ ഇതാ കറി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് വറവിട്ട് ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കടുകിടാം. ഇതങ്ങനെ നമ്മൾ കടുകിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഏകദേശം കടുക് പൊട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ആ മസാല ഇതാ വേവിച്ച് വെച്ച് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മൾ കറിയിലേക്കുള്ള നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അരച്ച് ഇതിൻ്റെ പാലൊന്ന് എടുത്ത് മാറ്റി വെക്കണേ. അങ്ങനെ ഇതാ നമ്മൾ നാളികേരപ്പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ കറി ആയിട്ടുണ്ട്, പത്തിരി റെഡി ആയിട്ടുണ്ട്. ചായക്ക് വെള്ളം വെച്ചു. നമ്മളെ ചായ ആയിട്ടുണ്ട്.